ഇനി നേരെ പാലായിൽ നിന്ന് തൃശൂരിലേക്ക് എത്തിയാൽ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചു. ഡോക്ടർ നിജി ജസ്റ്റിൻ, എ പ്രസാദ് എന്നിവരെയാണ് മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഡോക്ടർ നിജി ജസ്റ്റിന് തുണയായത്. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നതാണ് ലക്ഷ്യമെന്ന് നിജി റിപ്പോർട്ടറിനോട് പറഞ്ഞു. വളരെയധികം സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ ദിനാണ്. എല്ലാവർക്കും സന്തോഷമുള്ള ദിവസത്തിൽ ഇങ്ങനൊരു പദവി എന്നെ തേടിയെത്തിയതിൽ വളരെയധികം സന്തോഷം. അതായത് 2011 ഒല്ലൂർ നിയമസഭാ സീറ്റ് പരിഗണിച്ചു. ഏകദേശം കിട്ടിയെന്ന് പറഞ്ഞ് 2-3 ദിവസമൊക്കെ ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പോൾ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പദവിയിലേക്ക് വന്നെത്തി. നീണ്ട 27 വർഷത്തെ കാത്തിരിപ്പാണ്. വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയാൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി തന്നെയായിരിക്കും ഉണ്ടാവുക. ജെയ്സൺ ചാമളപ്പിലാണ് നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. ജെയ്സൺ ചാമളപ്പിൽ കുറെ ആലോചനകൾ വേണ്ടി വന്നു, പ്രത്യേകിച്ചും പല പേരുകൾ വന്ന പശ്ചാത്തലത്തിൽ. പക്ഷേ വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ് ഡോക്ടർ നിജിക്ക് അവസാനിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ടല്ലേ? സുജിയ, സാധാരണ കോൺഗ്രസിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിൽ ഒരാളെ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും പൊട്ടിത്തെറികളും പൊട്ടിച്ചിട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അമർഷങ്ങൾ ഉണ്ടെങ്കിലും തൃശ്ശൂർ കോർപ്പറേഷന്റെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ആരും പരസ്യ പ്രതികരണം തയ്യാറായില്ല എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു ആശ്വാസമായിട്ടുള്ളത്. പക്ഷേ അമർഷം ഇല്ല, എതിരഭിപ്രായം ഇല്ല എന്ന് അതിനർത്ഥമില്ല. സ്വാഭാവികമായും ആദ്യമായി കൗൺസിലറാകുന്ന ഡോക്ടർ നിജി ജസ്റ്റിന്റെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ നിരവധി തവണ കൗൺസിലർമാരായ പല ആളുപേരുകളും ഉണ്ടായിരുന്നു. അവരെയൊന്നും പരിഗണിക്കാതെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ അതിന് കേന്ദ്ര നേതൃത്വത്തിന് കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വ്യക്തമായ ഭൂരിപക്ഷം ഇവിടെ ഉണ്ട് എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം. ഇത്തരമൊരു റിസ്ക് എടുക്കുന്നതിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെന്ന് തന്നെയാണ്. അത് പക്ഷേ വരും കാലങ്ങളിൽ ടേം വ്യവസ്ഥയിൽ കൈമാറ്റം ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മേയർ സ്ഥാനത്ത് മോഹിച്ചിരിക്കുന്നവർ. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായൊരു പൊട്ടിത്തെറിയോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഈ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പ്രവൃത്തി അവസാനിപ്പിക്കാൻ ഇടയാക്കിയത്. ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചാമളപ്പിലാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.